ഈസിയാടാ. എവിടെയും ബിരിയാണി കിറ്റിയൊക്കെ ഉള്ളല്ലേ, നമ്മൾ വേറെ സാധനങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. നല്ല രസമുള്ള ബിസ്ക്കറ്റുകൾ. പശുവല്ല കേട്ടോ, കാളകളാണ്. കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഷോപ്പ് മസാല ഉണ്ടല്ലേ എൻ്റെ അകത്ത്. കടയുടെ ഫ്രണ്ടിൽ വന്ന് നിരന്ന് നിൽക്കണമൊക്കെ. ഈ കാണുന്നത് ഇവിടുത്തെ തേരാണ് കേട്ടോ. ഈ മുരുകൻ ക്ഷേത്രത്തിന് വലിയ തേരാണ്. ചില പശു 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 ഇഷ്ടപ്പെട്ട് അവരത്ര കാലിബറുള്ള ആക്ടർ ആവാൻ ഇവിടെ കന്നഡയിലൊക്കെ വൻ ഡിമാൻഡാണ് നമ്മളെ ചെക്കന്. ഒരു രക്ഷയില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ദിവസമാണ്. ഇവിടെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ. നമുക്ക് ഷൂട്ടല്ല, ഒന്ന് പ്രാക്ടീസാണ്. പ്രീ ഷൂട്ട് ഉണ്ടാവും, അത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഞാൻ ഒരു 9 മണിയായിരുന്നു. നല്ല യാത്രാ ക്ഷീണം ഉണ്ടായിരുന്നു. ഇന്നലെ കണ്ടവർക്കറിയാം. എനിക്ക് ഗ്യാസൊക്കെ കയറിയിട്ട് വല്ലാത്ത രീതിയിലായിരുന്നു. തലയിറങ്ങി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റോഡായിരുന്നു. ഊപ്പാട് വന്ന് രാത്രി വന്നിട്ട് ഞാൻ കുളിച്ചൊന്നുമില്ല കേട്ടോ. കയറി കിടന്ന് ഉറങ്ങി. നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉറക്കം ഉറങ്ങി. ഒരു 9 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ റൂമിൽ ഉണ്ടായിരുന്ന ആളെ കണ്ടില്ല. ഞാൻ പിന്നെ നോക്കിയില്ല. എന്തായാലും പോകുന്നെങ്കിൽ എന്നെ കൂടെ വിളിക്കുമല്ലോ. അതുമല്ല ഇവിടെ റേഞ്ചില്ല കേട്ടോ, മൊബൈലിന് റേഞ്ചില്ല. ഞാൻ പോയി പിന്നെ കുളിച്ചു, ഫ്രഷായി, നല്ല എല്ലാം സെറ്റാക്കിയതാണ്. നമ്മളെ ട്രെയിൻ സ്റ്റാറ്റിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതായി. എല്ലാവരും കൂടെ മാരക വർക്കൗട്ടായിരുന്നു കേട്ടോ. സ്കോർപ്പിയാണ് ഉദ്ദേശിച്ചത്. സ്കോർപ്പിയല്ലടാ, ഇങ്ങനെ പോയിട്ട് ഇത് വർക്കൗട്ടല്ലേ? പല്ലി അങ്ങനെ പോവില്ല. പല്ലിയല്ല, പല്ലി അങ്ങനെ പോവില്ല. ഇത് സ്കോർപ്പിയ. ഉടുമ്പ് വാലെങ്ങനെയാ പൊന്തുന്നേ? കാല് ഉടുമ്പ് എങ്ങനെയാ പോണെ? ഉടുമ്പിന്റെ ബാക്ക് ഇങ്ങനെ ഉണ്ടാകുക. ഇതാ ഉടുമ്പ് ഇങ്ങനെ ഉണ്ടാകുക. ഇവിടുന്ന് ഇങ്ങനെ പോവാ. ഈ കാല് പക്ഷെ ഫ്രണ്ട് വരും. ഇല്ല, പൊന്തൂല. ഉടുമ്പിന്റെ കാല് ഇങ്ങനെ നീട്ടി വെക്കുക. ഉടുമ്പെടു. അല്ല, കോഴിക്കോട്ടൊക്കെ ഇഷ്ടംപോലെ ഉടുമ്പുണ്ടല്ലേ. ഇട്ടിട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ പോകും. സൈഡ് ആയിട്ട് പോവാ. ബാക്ക് ഇങ്ങനെ പോകും. അതായത് നിങ്ങളെ മുതലാണ് ആ സാധനം മുതലാക്കി. ഇതിവിടെ വലിയ പ്രേക്ഷകരെ, നിങ്ങൾക്ക് വല്ലതും അറിയാമെന്നെങ്കിൽ കമന്റ് ചെയ്യും. രാജുവേട്ട ഒന്നുകൂടെ കാണിച്ചോളൂ. പോയതെങ്ങനെയാ? മനോജ് കെ ജെ മധുര ആടൂല്ലേ. ഇത് ഈസിയാടാ, ഇത് ഈസിയാടാ. നമ്മളെ മുമ്പൊക്കെ ബൾട്ടി അടിക്കുമായിരുന്നു. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാറുണ്ട് കേട്ടോ. വെറുതെ കൈകുത്തി ചാടിയാ പോരാ. ഈ അടി കാലിന് വേനാവും. അടിക്കുക ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ഈ ഇപ്പിനാ ഇങ്ങോട്ട് കേട്ടോ. ഇതിന് പോലെ ലോഡ് കൊടുക്കും. അതായത് ഇവിടെ ലോഡ് കണ്ടു, ഇതിന് ലോഡ് ഉണ്ടായിരുന്നു. ഇതിന് ലോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അടിക്കും. ഇത് അടി വരും. അടി നടക്കാൻ നിന്നിട്ട് ഇതിന് ലോഡ് കൈക്ക് ലോഡ്
അല്ല, ഇതല്ലേ? കൈ ഇരിക്കും. ഒരു പേടി കിടപ്പുണ്ട്. കൈ ഉണ്ട്. കൈ ഇങ്ങനെ വെക്ക്. ആ, ഇത് അടിച്ചോളൂ. എടി, അടിച്ചോ, ഒന്നുമല്ല. ഉൾക്കൂല, അത്യാവശ്യം ഉൾക്കൂല. അടിച്ചോ അടിച്ചോ അടിച്ചോ? ഇല്ലെന്ന്. എടി, അടി. ആ, ആ അടിയില്ലാതെ കാരണം കൈക്ക് ലോഡ് കൊടുക്ക്. കൈ നമ്മൾ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലൊക്കേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴി നമ്മൾ ഫുഡ് കഴിക്കണം. ഇപ്പോൾ നമ്മളെല്ലാം ഡ്രസ്സൊക്കെ മാറി നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. വണ്ടി ഇതായിരിക്കും, ഇതാണെന്ന് തോന്നുന്നു. ഓക്കേ, നല്ല വിശപ്പായി, നല്ല വെയിലായി. ഓക്കേ, നമ്മുടെ മാസ്റ്ററും രാജീവേട്ടനും എല്ലാവരും വരുന്നുണ്ട്. ഓക്കേ, ഞാൻ വളരെ നാച്ചുറൽ അല്ലേ? ആ യെസ്, ഉത്തരവാദിത്തമുള്ള സിനിമ ഞാൻ ബിഹേവ് ചെയ്യാം. ഓക്കെ. ഇതേ കണക്കൊരു മുട്ടായി പണ്ട് നമ്മളെ പെട്ടിക്കടയിലുണ്ടായിരുന്നു. ഈ സെയിം വലിച്ചു പൊളിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങളൊരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി നമുക്ക് പോകാം. നല്ല വിശപ്പായിട്ടാ. നമ്മുടെ ടിമിൻ ചേട്ടൻ വലിച്ചിളക്കുന്നുണ്ട്. അയ്യോ, ഓക്കെ, ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ചിക്കൻ ബിരിയാണി ഒരു പീസ്, ലെഗ് പീസുണ്ട്, സലാഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ലൊക്കേഷനിലോട്ട് പോവുകയാണ്. കുറച്ച് കഴിച്ചു. നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ചായ കൂടിയും ബിരിയാണി കിട്ടിയൊക്കെ ഉള്ളല്ലേ, നമ്മൾ വേറെ സാധനങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ വേഷം കണ്ട, ഇതാണ് എൻ്റെ വേഷം. ചെരുപ്പ് പോലും ഇട്ടില്ല, അതേ കണക്കിഞ്ഞ് വന്നു. ഒരു വാർത്ത കോപ്പിറൈറ്റ് വരും, പാട്ടിൻ്റെ കോപ്പിറൈറ്റ്. എന്തോ ഒരു വരില്ലടാ ഒരിക്കലും. മനസ്സിലാവണ്ടേ ആ പാട്ടാ? അല്ല, ഇവനിപ്പോ ഒരു പാട്ട് പാടി ഒരു വാർത്ത ഇത് മറ്റേ ഇന്നത്തെ തലമുറല്ലേ, ജിന്ദർതക്കം. എന്നിട്ട് നമ്മൾ വഴിയിൽ ഇറങ്ങുന്നു, ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ നടക്കുവാണ്. നല്ല തലവേദനയുണ്ട്. ഇന്നലത്തെ ആ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമാണ്. അതാ രാവിലെ വമം പെയ്യുമ്പോഴുള്ളതാ, നടക്കാൻ പോലും പയ്യപ്പോൾ. ബിൽഡിങ് കൊഞ്ചം സ്ട്രോങ്ങുമാ, ആന പേസ്മെന്റ് കൊഞ്ചം വീക്കുമാ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചായ കുടിക്കുന്നില്ല. നമ്മൾ അവൻ ഏതാ ഒരു കട ചൂണ്ടി കാണിച്ചിട്ട് അവങ്ങ് പോയി. നമ്മളെ ചെക്കനെ ആരും ഷൂട്ട് ചെയ്യുന്നില്ല. എൻ്റെ ചെക്കനാ നിറഞ്ഞിരിക്കുന്നത്. ചെക്കനെ കാണാൻ 45,000 25 വരെയൊക്കെ ഉള്ളു. 45 20. വീട്ടിന്റെ പുറത്തുള്ളത് മാത്രം കാണണം. ആ, വീടിന്റെ പുറത്തുള്ളത് കാണണം. അതെ, അതാണ് ശരിക്കും സപ്പോർട്ട്, അല്ല വീടിന്റെ അകത്തുള്ളതല്ല. അത് സപ്പോർട്ടല്ല. അതായത് സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല്, നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകണം. ഇതേപോലെയുള്ള പയ്യന്മാരെ നോക്കണം, അവർ പറയണ കേൾക്കണം, അതെ, മനസ്സിലാക്കണം. അവർ അത്ര കാലിബറുള്ള ആക്ടർ ആവാൻ ഇവിടെ കന്നഡയിലൊക്കെ വൻ ഡിമാൻഡാണ് നമ്മളെ ചെക്കന്. ഒരു രക്ഷയില്ല അല്ലേ? സൂപ്പർ സ്റ്റാർ ആവുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ UNN KRI. ഞാൻ നിങ്ങളെ കാര്യം എപ്പോഴും വ്ലോഗ് ചെയ്യാൻ പോണതല്ലേ.
എന്താ അപ്പോഴേ ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞില്ല നമ്മളെ ഹോട്ടലിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രം ഉണ്ടെന്നുള്ള കാര്യം. നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നിട്ടാ, അവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വെച്ച്. ഓക്കെ, ഇവിടെ ഇഷ്ടംപോലെ പശുക്കുട്ടികളുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ പശുക്കുട്ടികൾ നടക്കുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ പശുക്കുട്ടികളുണ്ട് കേട്ടോ, പശുക്കുട്ടികൾ, കാളക്കുട്ടികളൊക്കെ, വലിയ പശുക്കുട്ടികളൊക്കെ ആക്രമിക്കാന്ന് പറഞ്ഞത്. നല്ല രസമുള്ള പശുക്കുട്ടികൾ. പശുവല്ല കേട്ടോ, കാളകളാണ്. ഇത് വലിയ കാളകളാണ് അല്ലേ? ഇതൊക്കെ പ്രായമുള്ളതല്ലേ എന്ന് വെച്ചാൽ? അത് വളർച്ച കുറഞ്ഞ പ്രായമുള്ളത് അല്ലേ? അല്ല ഇത് പ്രായമുള്ളത് അല്ലേ രാജുട്ടാ? ഇത് പ്രായമുള്ളതല്ലേ? പ്രായമുള്ളതാണ് ഇത്, പൊക്കം കുറഞ്ഞ ഇത് ആ ഇനമാണ്. അയ്യ അങ്ങനെ ഇരിക്കണം, തൊടാമോ? അതാണ് ഇത് ആ ഇനമാണ് അല്ലേ? കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. സംഭവം അമ്പലത്തിൽ കയറാനുള്ള ടൈം ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ചിട്ടില്ല, മൊത്തം അവിടെ ഒരു തേരുണ്ട്. മസാല ദോശ എങ്ങനെയുണ്ട്? ചോപ്പ് മസാല ഉണ്ടല്ലേ എൻ്റെ അകത്ത്? ബ്രോ എന്താ ചട്നി ഉണ്ട്? ആ മുളകായ ചട്നി. എനിക്ക് ഞാൻ സാധാ ദോശയാണ് കേട്ടോ, എനിക്ക് മസാല ദോശ എന്നാൽ തലയിറങ്ങും, അതുകൊണ്ട് മസാല ദോശ പറഞ്ഞില്ല. എനിക്ക് സാധാ ദോശ, കറി, വെള്ളച്ചമ്മന്തി, ചോപ്പ് ചമ്മന്തി. കഴിക്കട്ടെ. അടിപൊളി. ഓ തേരി, രണ്ടു വാക്ക് സംസാരിക്കണോ? തേരി തരാം. ഇവിടുത്തെ കാളക്കുറ്റന്മാരെ കണ്ട എല്ലാം പൊക്കം കുറഞ്ഞ ആ ഒരു എന്താണ് ഇനത്തിൽപ്പെട്ട കാളകളാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചെല്ലാം പശുക്കുട്ടികളെന്നാണ് വിചാരിച്ചത്, പക്ഷെ എല്ലാം വലിയ പ്രായമുള്ള കാളകളാണ്. ഈ കാണുന്നത് ഇവിടുത്തെ തേരാണ് കേട്ടോ, ഈ മുരുകക്ഷേത്രത്തിന് വലിയ തേരാണ്. ചിലപ്പോൾ ഉത്സവത്തിനൊക്കെ ആയിരിക്കും ആ തേര് പുറത്തോട്ടൊക്കെ ഇറക്കുന്നത്. നല്ല അടിപൊളി തേര്, അത് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം എനിക്ക് തോന്നുന്നു ഉത്സവം ഇനി ആയിരിക്കാം, പക്ഷെ അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഇവിടുത്തെ ഫേമസ് ക്ഷേത്രമാണ് കേട്ടോ, വലിയ ക്ഷേത്രമാണ് സംഭവം. നമ്മളെ ഇന്നലെ കൊണ്ടുവന്ന വണ്ടിയിൽ കൊണ്ടുവന്ന ആ ചേട്ടൻ പറഞ്ഞായിരുന്നു ഈ ഏരിയയിലെ വലിയൊരു മുരുകക്ഷേത്രമാണ് കേട്ടോ. കുക്കെ ശ്രീ സുബ്രഹ്മണ്യ ടെമ്പിൾ എന്നാണ് ക്ഷേത്രത്തിൻ്റെ പേര്. ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മുഷിഞ്ഞാന്ന് വന്നത്, അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല. സംഭവം ഇവിടെ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഭവമൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത്. ഇങ്ങനെ എത്രയോ സ്ഥലത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മൾ കാണാത്തതോ അറിയാത്തതോ ആയിട്ടൊക്കെ. എന്തായാലും അടിപൊളി, ഒരു വനത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ സംഭവം. ഹോട്ടലില്ല പക്ഷേ വരുന്ന ആരടാ തൊട്ട് അതിന്റെ മോന്ത പോക്ക് ചിലപ്പോ ഇഷ്ടപ്പെടില്ല. ഇത് പാവമാണെന്ന് തോന്നുന്നു, ഈ നിൽക്കുന്ന പഞ്ച പാവമാണെന്ന് തോന്നുന്നു. ഞാൻ അതിനെന്താ തുടക്കാന്ന് എടുത്തേരും. ദേ പോണവൻ രാമഭദ്രനെ തല്ലിയവൻ പ്രായമുള്ളതാണ്. പശു 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 നിങ്ങളെ ഇഷ്ടപ്പെട്ട് കടിക്കും. പശുമ്പൂ
ഇതിന് പുറത്ത് ചെയ്യപ്പോഴേ ഇത് ഷേക്ക് ചെയ്യുന്നു പുറത്ത് തൊടപ്പം നല്ല ഭംഗി നല്ല രസമുണ്ടല്ലോ. ഓക്കെ ബൈ. നിങ്ങളെ ഇഷ്ടപ്പെട്ടു. രാജീവേട്ടൻ്റെ അടുത്തുനിന്ന് അത് മാറുന്നില്ല കേട്ടോ. രാജീവേട്ടൻ മാറി മാറി പോകണമെങ്കിലും പുള്ളിയുടെ പിറകെ വരികയാണത്. നല്ല പഞ്ചപാവങ്ങളാണ്. പട്ടി ശല്യമാണല്ലോ ഈ കാളകൾ വളഞ്ഞിരിക്കുന്നത്. അത് ഇതിൻ്റെ അടുത്താണോ നീ വേറെ വല്ല ആളുകളുടെ അടുത്താണോന്ന് അറിഞ്ഞൂടാ. എന്തോ വിഷയമുണ്ട്. പട്ടിക്കുട്ടന്മാരെല്ലാം വിഷയമാണ്. ഈ പട്ടിയെ കണ്ടിട്ടാണ്, ഈ വലിയ പട്ടിയെ കണ്ടിട്ടാണ് ഞാനങ്ങോട്ട് പോട്ടെ. ഇവിടെ കണ്ടാണല്ലോ വെച്ചത്. ഇവിടെ പ്രവാദം നടക്കാം. അവനൊരു ഇതില്ല കേട്ടാ. അവൻ നടക്കുന്നതല്ലേ വാടാന്നും പറഞ്ഞു. അതാണ് ഇറങ്ങിയത്. ഇവന്റെയൊക്കെ ശൗര്യം കണ്ട അതൊന്ന് ആഞ്ഞു തുമ്മിയാ മതി. മറ്റേ കറുത്തോട്ടിക്ക് നിങ്ങളെ പിടിച്ചിട്ടില്ല കേട്ടാ. ആ കറുത്തോട്ടിക്ക് അത് നിങ്ങളെ നോക്കി ഷൗട്ട് ചെയ്യുന്നുണ്ട്. എവിടെ പോണേ? കടയുടെ ഫ്രണ്ടിൽ വന്ന് നേരെ നിൽക്കണ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് വന്ന് നിൽക്കുന്നതായിരിക്കും. ഇത് എങ്ങനെ എപ്പടി വേണ്ടേ? വേണ്ട. 100 തരുമോ? 100 രൂപയ്ക്ക് 2. കണ്ണാടിയാണല്ലേ? 100 രൂപയ്ക്ക് 2. 100 രൂപയ്ക്ക് 2 റെഡി ക്യാഷ്. ഇല്ലെങ്കിൽ വേണ്ട. വേട അതും തോക്കാം. ഇതാണ് പേനയാണ്. ടാറ്റ കുട്ടി. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോട്ടെ കേട്ടാ. കുളിക്കണം, ഫ്രഷ് ആവണം. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ടൈമൊന്നും കിട്ടത്തില്ല കേട്ടാ. ഉണ്ണികൃഷ്ണൻ സൈനിങ് ഓഫ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇറങ്ങിയത് കൊണ്ട് ഇപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട്, ഇല്ലെങ്കിൽ ഇത് കാണൂലായിരുന്നു. അപ്പോൾ നമ്മൾ റൂമിൽ വന്നിട്ടാ നമുക്ക് നമ്മുടെ സാജു മാസ്റ്റർ അവക്കാഡോ വിത്ത് ബ്ലൂബെറി ഓഫർ ചെയ്ത് കേട്ടാ. സെറ്റ് സാധനം. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇടിച്ചു കുത്തി മഴ പെയ്യുന്നുണ്ട്. അത് കാണാക്കൂല ഇട്ടല്ലേ. ഫുൾ ഇട്ട് നല്ല നല്ല ഇടിയും മഴ എന്ന് പറഞ്ഞാൽ നല്ല ഇടിയും മഴ. നാളെ ഇനി എങ്ങനെയാണെന്നൊരു പിടിയില്ല. അപ്പോൾ ഇന്നിനി വേറെ പരിപാടി നല്ലതൊന്ന് കുളിക്കണം, ഫ്രഷ് ആവണം, കിടന്നുറങ്ങണം. ഫുഡ് നമ്മൾ കഴിച്ചല്ലോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളെ ഇനി ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കാര്യങ്ങളാണ്. ഈ കാര്യം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ